നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി സുസുക്കി 4 വർഷത്തിനുള്ളിൽ ഇറക്കാൻ പോകുന്ന 8 വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു 7 സീറ്റർ വാഹനമുണ്ട്, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമുണ്ട്, 4 മീറ്ററിന് മുകളിലേക്ക് സൈസുള്ള ക്രെറ്റ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ഇലക്ട്രിക് വാഹനമുണ്ട്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. EVX എന്ന് പറയുന്നൊരു വാഹനമാണ്. പിന്നെ വാഗണാറിൻ്റെയൊക്കെ ഒരു സൈസിൽ വരുന്ന, എന്നാൽ വാഗണാറിനോട് സാദൃശ്യം തോന്നുന്ന ടോൾ ബോയ് കോൺസെപ്റ്റുള്ള ഡിസൈനുള്ള ഒരു EWX എന്ന് പറയുന്നൊരു വാഹനം. അത് മാത്രമല്ല മൈക്രോ SUV. ഇന്ന് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള 2 കാറ്റഗറിയാണ്, ഒന്ന് കോമ്പാക്റ്റ് SUVയും മറ്റൊന്ന് മൈക്രോ SUVയും. അപ്പോൾ മൈക്രോ SUV കാറ്റഗറിയിൽ നമ്മുടെ പഞ്ചിനോടും ഇനി വരാൻ പോകുന്ന കിയയുടെ ക്ലാവിസിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു വാഹനവും അവർ പോർട്ട്ഫോളിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റായിട്ട് മാരുതി സുസുക്കി 2 നെയിം പ്ലേറ്റുകൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് എസ്ക്യൂഡോ എന്ന് പറയുന്നൊരു പേരാണ്, മറ്റൊന്ന് ടോർക്നാഡോ എന്ന് പറയുന്നൊരു പേരാണ്. അപ്പോൾ എസ്ക്യൂഡോ എന്ന് പറയുന്നൊരു പേരും ടോർക്നാഡോ എന്ന് പറയുന്നൊരു പേരും ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് വാഹനത്തിന് ഇടാൻ പോകുന്ന നെയിം പ്ലേറ്റുകൾ തന്നെയാണ്. എന്നാൽ പോലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടോർക്നാഡോ എന്ന് പറയുന്നൊരു പേര് മാരുതി സുസുക്കി അല്ല പേറ്റൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സുസുക്കി മോട്ടോർ കോർപ്പറേഷനാണ് പേറ്റൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്കൂട്ടർ കാറ്റഗറിയിലേക്കൊക്കെ ഈ ഒരു പേര് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ പോലും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഈ ഒരു പേര് തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ ഇനി വരാൻ പോകുന്ന 8 വാഹനങ്ങളിൽ ഒരെണ്ണത്തിനെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വാഹനമാണ്, മാരുതി സുസുക്കിയുടെ 7 സീറ്റർ വേർഷനാണ്. മാരുതി സുസുക്കിക്ക് ഓൾറെഡി XL6 എന്ന് പറയുന്നൊരു വാഹനമുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇന്നോവ ഹൈക്രോസ് എന്നതിനെ റീബാഡ്ജ് ചെയ്തുകൊണ്ട് ഇൻവിക്റ്റോ എന്ന് പറയുന്നൊരു പേരിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 സീറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു XL6 എന്ന് പറയുന്നൊരു വാഹനം കുറച്ച് 7 സീറ്റർ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ആ ഒരു വാഹനത്തെ എത്രത്തോളം എർട്ടിഗയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല അതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻവിക്റ്റോ, അത് വലിയ പ്രൈസ് കൂടിയ ഒരു വാഹനമാണ്. അപ്പോൾ അത്രയും പ്രൈസ് കൂടിയ വാഹനങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സിബ്ലിംഗ് ആയിട്ടുള്ള ഇന്നോവയുടെ ഹൈക്രോസിലേക്ക് തന്നെ പോകും. കാരണം അവിടെ വാറണ്ടി കുറച്ചും കൂടെ നല്ലതാണ്, നല്ല സർവീസാണ്. മാരുതിയുടെ സർവീസ് മോശം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ടൊയോട്ടയിലേക്ക് പോകും. അവിടെ വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അത്രമേൽ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ഈ ഇൻവിക്റ്റോയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ എസ്ക്യൂഡോ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു 7 സീറ്റർ വേർഷൻ തന്നെയായിരിക്കും. ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ഒരു വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ 7 സീറ്റർ വാഹനമാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 7 സീറ്ററിൽ അത്രമേൽ അവൈലബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. XUV 700 ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോകോക്ക് ഷാസിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന ഒരു വാഹനമാണ്. പിന്നെ സ്കോർപിയോ N എന്ന് പറയുന്ന വാഹനമുണ്ട്. അത് ശരിക്കും ലാഡർ ഓൺ ഫ്രെയിം എന്നുള്ള രീതിക്ക് വരുന്നൊരു വാഹനമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഓൾ വീൽ ഡ്രൈവിനെ ഹൈലൈറ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയെ ഇറങ്ങുന്ന സമയത്ത് അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന സംഭവം, അത് മാത്രമല്ല ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിനെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ വീൽ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3% താഴെയാണ്. അപ്പോൾ ഈ ഒരു 7 സീറ്റർ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ആളുകൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് പണം മുടക്കാത്ത രീതിയിൽ, എന്നാൽ ഇൻവിക്റ്റോയിലേക്കൊക്കെ പോകാത്ത രീതിയിൽ, എന്നാൽ XL6ൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനം വേണം. എന്നാൽ പോലും ഒരു 20 ലക്ഷത്തിൻ്റെ മുകളിലേക്കൊക്കെ ഈ ഒരു വാഹനത്തിന് കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്രെറ്റയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ടുള്ള അൽക്കസാറിൻ്റെ ഒരു പ്രൈസിങ് നമുക്കറിയാം. അത് മാത്രമല്ല ഇപ്പം ഹാരിയറും സഫാരിയും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നി. ആ നെയിം പ്ലേറ്റ് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആക്കി വെക്കേണ്ടതാണ്. സഫാരി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു വാഹനമായിട്ട് വരേണ്ടതാണ്. എന്നാലും ഹാരിയറിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനായിട്ട് തന്നെയാണ് സഫാരിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പ്രൈസ് റേഞ്ച് നിലനിർത്താൻ വേണ്ടി മാരുതി ഒരുപാട് ശ്രമിക്കും. അതിനകത്ത് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഗ്രാൻഡ്
വിറ്റാരയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇലക്ട്രിക്കലായിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ്സിംഗ് എന്ന് തോന്നുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരിധിക്ക് മുകളിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ തൊട്ടടുത്ത സെഗ്മെൻറ്റിലെ കുറച്ചും കൂടെ നല്ല വാഹനത്തെക്കുറിച്ച് ചിന്തിക്കും. കുറച്ചധികം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വാഹനത്തെ നമുക്ക് ലഭിക്കുമല്ലോ എന്നുള്ള രീതിക്കാണ്. ജിംനിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, 17 ലക്ഷം രൂപ കൊടുത്തിട്ട് ആരെങ്കിലും ജിംനി മേടിക്കുമോ? ഒബ്വിയസ്ലി ഈ 4 മീറ്ററിന് മുകളിലേക്കുള്ള വലിയ കോമ്പാക്ട് SUV അവിടെ ലഭിക്കുമ്പോഴത്തേക്കും ഈ 4x4 കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വാഹനത്തിന് 17-18 ലക്ഷം കൊടുക്കാൻ ആരും മുമ്പോട്ട് വരത്തില്ല. ഇപ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ, ജിംനിക്ക് ശരിക്കും പറഞ്ഞാൽ സെറ്റ വേരിയൻറ്റിന് 12,20,000 രൂപയ്ക്ക് ഓൺ റോഡ് ലഭിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപ വരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഗ്രാൻഡ് വിറ്റാരയുടെ 7 സീറ്റർ ആയിട്ടുള്ള എക്സ്ക്യൂഡ് എന്ന് പറഞ്ഞ ഒരു വാഹനം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഇൻറ്റീരിയറിലെ കളർ തീമും പാറ്റേണും ഒക്കെ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, പുറമേ ഉള്ളൊരു കോസ്മെറ്റിക് ചേഞ്ചുകളും, ചിലപ്പോൾ ഗ്രില്ലിൻ്റെ പാറ്റേണിലൊരു ഡിഫറൻസ്, ഫോഗ് ലാമ്പിൻ്റെ ഹൗസിങ്ങിലൊരു ഡിഫറൻസ്, അത് മാത്രമല്ല അലോയ് വീലിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ്. ശരിക്കും ഒരു അപ്സൈസ് ആയിട്ടുള്ളൊരു അലോയ് വീൽ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമായിരിക്കും ഈ ഒരു വാഹനത്തിന് ഉണ്ടാവുക. ലെങ്ത്ത് കൂടും എന്നുള്ളൊരു കാര്യം അത് എടുത്തു പറയേണ്ടതാണ്. അത് മാത്രമല്ല, വിഡ്ത്തിനകത്ത് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും ബമ്പറിൻ്റെ ഒക്കെ ഡിസൈനിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു മില്ലിമീറ്റർ സൈസിലൊക്കെ വിഡ്ത്തിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽക്കസാർ എന്ന് പറയുന്ന ഒരു വാഹനം ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ്. അതിൻ്റെ ഡീസൽ എഞ്ചിൻ വരെ ഇപ്പോൾ ഒരു അണ്ടർ പവർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് വിറ്റാരയിലുള്ള 1.5 അല്ലെങ്കിൽ K15C എന്ന് പറയുന്ന മൈലേജിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണത്. അത് ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ്. അതായത് ഡ്യുവൽ ഇഞ്ചക്ടർ പെർ സിലിണ്ടർ എന്നുള്ള രീതിക്ക് മൈലേജിനെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിലാണ് ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു എഞ്ചിൻ ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വളരെ നല്ലൊരു പവർ നൽകുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അത് തീർച്ചയാണ്. നമ്മൾ 0-ൽ നിന്നും 100 എടുക്കുന്ന രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ശരിക്കും നമുക്ക് ആ ഒരു ലാഗ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു 1.5 അല്ലെങ്കിൽ K15C ആ ഒരു എൻജിൻ ഈ ഒരു 7 സീറ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യത്തിലെ പവർ അല്ലെങ്കിൽ വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് അതിപ്പം മാരുതിയുടെ ഏത് വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ പവർ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അതല്ല, എനിക്ക് മൈലേജ് മതി, ഇത്രത്തോളം പവർ മതി, വലിയ എന്താ പറയുന്നത് മെക്കാനിക്കലി ഫ്രീ ആയിട്ടുള്ള വാഹനങ്ങൾ മതി, അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും കുറച്ചും കൂടി ഒരു പവർ എൻഹാൻസ് ചെയ്യുക അത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു 7 സീറ്ററിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ K15C മൾട്ടി ജെറ്റ് എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി കിതയ്ക്കും. അത് തീർച്ചയാണ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ്. മൈലേജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഈ ഒരു വാഹനം ആ ഒരു 1.5cc അല്ലെങ്കിൽ K15C എഞ്ചിൻ വരുമ്പോഴത്തേക്കും വാങ്ങിക്കൂടായികയില്ല. കാരണം ഒരു 7 സീറ്ററിന് ഇത്രമേൽ മൈലേജ് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കാം. പക്ഷേ എന്നിരുന്നാലും പ്രാക്ടിക്കലി നമ്മൾ വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ K15C ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ പലപ്പോഴും ലാഗി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലൊക്കെ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ടൊയോട്ടയിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്യുന്ന ആ ഒരു 2 ലിറ്റർ എഞ്ചിനൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒബ്വിയസ്ലി ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനൊക്കെ അറിയാം ഇത്ര നല്ല എഞ്ചിൻ കൊടുത്താലാണ് അത്യാവശ്യം പവർ ലഭിക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മീറ്ററിന് മുകളിലേക്ക് വണ്ടിയുടെ ലെങ്ത്ത് പോകുന്നു, വണ്ടിയുടെ CC 1500 മുകളിലേക്ക് പോകുന്നു, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മുകളിലേക്ക് പോയാൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു ടാക്സ് ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇപ്പം നമ്മൾ ഈ കോമ്പാക്ട് SUV, കോമ്പാക്ട് സെഡാൻ എന്നൊക്കെ പറഞ്ഞ് 4 മീറ്ററിന് താഴത്തേക്ക് ഈ കംപ്രസ് ചെയ്ത് വാഹനങ്ങളെ വെക്കാനുള്ള കാരണം തന്നെ ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടാനാണ്. ഇപ്പോൾ ഒരു പെട്രോൾ വാഹനമാണ്, 1200 cc താഴെയാണ് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. അത് മാത്രമല്ല 4 മീറ്ററിന് താഴത്തേക്കാണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ 28% GSTയും 1% സെസ്സും ആണ്. അതിൻ്റെ മുകളിലേക്കൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു മെഷർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനം 7 സീറ്ററാണ്. അപ്പോൾ 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് പോകും. അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് 170യുടെ മുകളിൽ തന്നെയാണ്. ഇനി അലോയ് വീലിൻ്റെ പാറ്റേൺ ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ട് ടയറിൻ്റെ ആ ഒരു പ്രൊഫൈൽ കുറച്ച് ഹൈ ആക്കി വെക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സൈസ് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് 170യുടെ മുകളിൽ തന്നെ നിലനിൽക്കും. എഞ്ചിൻ എന്ന് പറയുന്നത് 1.5cc മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ടാക്സ് സ്ലാബ് മാറും, അപ്പോൾ പ്രൈസ് കൂടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അങ്ങനെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അടുത്ത സെഗ്മെൻറ്റിൽ മികച്ചൊരു വാഹനമുണ്ടല്ലോ അതിലേക്ക് പോയാൽ പോരെ എന്ന് ചിന്തിക്കും. അപ്പം മൊത്തത്തിൽ ഈ ഒരു വലിയൊരു പ്രോജക്റ്റിനെ അത് ഫെയിലിയർ ആവാൻ സഹായകരമാകും. കാരണം ഇപ്പോൾ ജിംനിയുടെ കേസിൽ നമ്മൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി എഞ്ചിൻ എന്ത് കൊടുക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് തീർച്ചയാണ്. അതിനി വാഹനം വരുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയും. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.